അൽഹംദുലില്ലാ അപ്പം നമുക്കൊരു കിഡിലൻ മന്തി ഉണ്ടാക്കാം. നിങ്ങളൊന്ന് മന്തി ഉണ്ടാക്കി നോക്കാം. ഫ്ലോപ്പായി പോകൂല മക്കളെ. ഏത് ഉണ്ടാക്കാൻ വയ്ക്കാം, ഉണ്ടാക്കും ചെയ്യാം. നല്ല ടേസ്റ്റ് വേണം. ഒന്ന് ഉണ്ടാക്കി വെക്കും. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ കഴുകി എടുത്ത് ആദ്യം ലേശം മുളകും പൊടി ഇട്ടു, പിന്നെ അതിൽ ഉപ്പിട്ട് കൊടുത്തു പാകത്തിന്. നല്ലോണം കൈ വെച്ചിട്ടാണ് കുഴച്ചിട്ട് ഇങ്ങോട്ട് ഉസാറാക്കിയിട്ട് വെക്കുക. മന്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യോണ്ടിട്ടോ. ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻ്റ് ഒന്നും ചെയ്യാൻ മറക്കല്ലേ മക്കളെ. ഇപ്പം പഠിച്ചു വരുന്ന കുട്ടികളുണ്ടാവില്ലേ, ഓൾക്ക് കാണാൻ വേണ്ടി കണ്ടുമാണ് എല്ലാവരും മന്തി. ഇപ്പം എല്ലാവരും ഉണ്ടാക്കണത് തന്നെ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കോണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കോഴി കഴുകിയപ്പം അതിന് കുറച്ച് മാറ്റിയെടുത്ത് വെച്ചിനി. ഉച്ചക്കൊക്കെ വെറും ചോറും സദാ ചോറും കോഴി പൊരിച്ചതും മുരിങ്ങ താളിപ്പും ഉണ്ടാക്കാൻ വിചാരിച്ചു കണ്ടേ. അപ്പം അങ്ങനെ കഴിയട്ടെ, ഉച്ചക്ക് വിചാരിച്ചു. വൈകുന്നേരത്തിനാണ് കേട്ടോ മന്തി ഉണ്ടാക്കുന്നത്. അതേമാതിരി ഈ കോഴിപ്പൊരിൻ്റെ റെസിപ്പിയും നല്ലൊരു ടേസ്റ്റിലൊരു പൊരിയാണേ. ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട്. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടിയും ഒഴിച്ചുകൊണ്ട് കുഴച്ചു. പിന്നെ ലേശം പൊടി, അരിപ്പൊടി ഇട്ടുകൊണ്ടൊന്ന് നല്ലോണം കുഴച്ച് കായം കൂട്ടി അവിടെ വെച്ചു. ഇനി അതവിടെ വെക്കട്ടെ. നിൽക്കാനൊന്നും നേരമില്ല, ഏകദേശം നേരം ആയിക്കണ്. അപ്പോൾ 10:30-11 മണിയൊക്കെ ആയിക്കണ്. അപ്പം എന്നാലും ഞാൻ കോഴി പൊരിക്കാല്ലേ ചട്ടി അടുപ്പത്ത് വെച്ചു. ഒരു ഇരുമ്പ് ചട്ടിയാണ്, അത് വെച്ചു. അതിൽ പാർന്നു കൊടുത്തു. ഇനി അത് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ അതങ്ങനെ അടുപ്പത്ത് കിടന്നുകൊണ്ട് വേവട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ മന്തിക്കില്ലേ ഉള്ളി, തക്കാളി, ഒരു വലിയുള്ളി, ഒരു തക്കാളി, ലേശം മല്ലിച്ചപ്പ്, പുതിന അതൊക്കെ എടുത്തുകൊണ്ട് മിക്സിൻ്റെ ജാറിലിട്ടുകൊണ്ട് ഒന്ന് അടിച്ച് പേസ്റ്റ് ആക്കിക്കൊണ്ട് എടുക്കണുണ്ടേ. അത് ഇങ്ങനെ വെച്ച് നോക്കൊണ്ടിട്ട് നല്ല ടേസ്റ്റാണ് മന്തിക്ക്. അപ്പം അത് അതിൻ്റെ ഇടയിൽ നമ്മളെ കോഴി പൊരിച്ചു. കണ്ടോ, അത് തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഉള്ളു നല്ല ജ്യൂസിയാണ്, പുറം ക്രിസ്പിയായി നിൽക്കും കേട്ടോ. അപ്പം മന്തിക്കില്ലേ കുരുമുളക് എടുത്തുകൊണ്ട് ഒരു ഇടികല്ലിലിട്ടുകൊണ്ട് ഒന്ന് ചതച്ചെടുക്കുക. പൊടിച്ച പൊടി കഴിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ നാടൻ കുരുമുളക് എടുത്തുകൊണ്ട് ഒരു 2 സ്പൂൺ എടുത്തുകൊണ്ട് ഒന്ന് ചതച്ച് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതിക്കിട്ടു, മന്തിക്കിട്ടു. പിന്നെ ആ ഉള്ളി, തക്കാളി പേസ്റ്റില്ലേ, മല്ലിച്ചപ്പൊക്കെ കൂട്ടിക്കാണ്ട് അടിച്ച് ആ പേസ്റ്റ് ഇട്ട് കൊടുത്തു. മാഗി ക്യൂബ് ഇട്ട് കൊടുത്തു. ഒരു ഇതിൽ 2 ക്യൂബ് ഉണ്ടാവില്ലേ, 2 ആ ഇട്ട് കൊടുത്തു. അങ്ങനെ എന്നിട്ട് നല്ലോണം ഉപ്പ് പാകത്തിന് നമ്മൾ ചേർത്തിക്കണമല്ലോ, ഫ്രൈ വെച്ചുകൊണ്ട് നല്ലോണം ഇളക്കിങ്ങാണ്ട് ഒരു ലേശം ടൊമാറ്റോ കെച്ചപ്പും പാർന്നു കൊടുത്തു. നല്ലോണം ഇളക്കിങ്ങാണ്ട് പിന്നെ ക്യാപ്സിക്കം എനിക്ക് കിട്ടിയില്ല കേട്ടോ. അതിലേക്കൊരു ക്യാപ്സിക്കം ഇടണം, പക്ഷെ അത് ഇവിടെ കടയിലില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇട്ടില്ല. പിന്നെ ലാസ്റ്റ് ലേശം പട്ട, ഒരു 5-6 ഗ്രാമ്പൂ, ഏലക്ക, 2-3-4 ഏലക്ക അതിട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം അവിടെ കുഴച്ചുകൊണ്ട് അവിടെ മൂടി വെച്ചു. ഇനി അത് അടക്കട്ടെ, റെസ്റ്റ് ചെയ്യട്ടെ. ഇനി ഉച്ചക്കത്തൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം നമുക്ക് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ അങ്ങനെ അതോളം അവിടെ നിന്ന് പിടിക്കട്ടെ. ഞാൻ കുറച്ച് കളർ പൊടി അതിൽ ചേർത്തിക്കണം കേട്ടോ. കളർ ചേർത്തണ വീഡിയോക്ക് വേണ്ടിയിട്ട് ചേർത്തതാണ്, ഒരു നിർബന്ധമല്ല ചേർക്കണമെന്ന്. കളറായിക്കോട്ടെ വിചാരിച്ചുകൊണ്ട് ചേർത്തതാണ്. ഇപ്പം നല്ലോണം ഇളക്കി ഇതാക്കി മൂടിച്ചു. പിന്നെ ലേശം ഓയിൽ പാർന്നിക്കണം ഞാൻ. അത് അതിൽ കാണില്ല, അത് ഞാൻ ഇടാനേ വിട്ടുപോയതാണ്. അതിൽ പാരുന്നത് അതിൽ കാട്ടണില്ല, വീഡിയോ പോയതാന്ന് തോന്നുന്നു. പിന്നെ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചു. അതവിടെ മൂടിച്ച് കണ്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു. ഗ്യാസ് മുതൽ വെച്ച് കണ്ട് ലേശം ഒരു സവാളൻ്റെ പകുതി, ഒരു സവാളൻ്റെ പകുതി, നല്ല ചെറുതല്ല, ഒരു മീഡിയം, അതെടുത്ത് കണ്ട് അതിൽ വഴറ്റുക. ലേശം അതിൽ പറന്ന് കണ്ട് അതിൽ വഴറ്റുക. സൺഫ്ലവർ ഓയിലോ പറന്ന് കണ്ട് അതിൽ വഴറ്റിയിട്ട് പിന്നെ നല്ലോണം വാടിപ്പോണ്ട. ആ ഉള്ളിൻ്റെ പച്ചമറം മാറണ്ട, പക്ഷെ ഇത് മാറിയിരിക്കണ്. അപ്പോഴത്തേന് ഞാൻ വേറെ എന്തോ ഒരു ഇതിൽ പെട്ടുപോയി. പിന്നെ ഞാൻ വെള്ളം അളന്നുകൊണ്ട് ഞാൻ അടുപ്പത്ത് വെച്ചാണ് തിളപ്പിച്ച ആ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് പാർന്നു കൊടുത്തത്. അപ്പോൾ തിളപ്പിക്കണം എന്നില്ല, ഇതിൽ വെച്ച് തിളപ്പിച്ചാലും മതി. അങ്ങനെ വെള്ളം അളന്നുകൊണ്ട് വെച്ച് ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ളതിലാണ് ഞാൻ വെച്ചത്. പിന്നെ മന്തിൻ്റെ അരി കുറച്ച് നേരത്തെ ഒരു അരമണിക്കൂർ മുന്നേ ഞാൻ നല്ലോണം കേക്കിങ്ങാണ്ട് വെള്ളത്തിൽ അവിടെ ഇട്ട് വെച്ച്. സല്ല ബസ്മതി റൈസാണ് കേട്ടോ. അങ്ങനെ
അത് എന്നിട്ട് അതിക്ക് വേണ്ട ഉപ്പ് ഇട്ടുകാണ്ട് പിന്നെ ഒരു എന്താ മാഗി ക്യൂബില്ലേ അതിൻ്റെ ഒരു പകുതി അതിക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ അത് ഇട്ട് കൊടുത്തോണ്ട് അതും അതിൽ കാണുന്നില്ല. ഇട്ട് കൊടുത്തോണ്ട് അടച്ചു വെച്ചു. കുക്കർ ഒറ്റ വിസിൽ വരുന്നതോടെ ഓഫാക്കണം. അപ്പോൾ കറക്റ്റ് വേഗമായി കിട്ടും നമുക്ക് നമ്മളെ മന്തി. അപ്പോൾ ഇത് ഞാൻ അടുപ്പത്ത് തീ മൂട്ടിക്കാണ്ട് അടുപ്പത്ത് വെച്ചിരുന്നു. അതൊന്നവിടെ കടന്നുകാണ്ട് ഇങ്ങനെ തിളച്ചുകാണ്ട് വരട്ടെ. വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു. മൂടി എടുത്തുകാണ്ട് കണ്ടോ പഴുത്ത ചിക്കനത്തെ വെള്ളവും ഓയിൽ അധികമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഒരു അര ഗ്ലാസ് ഓയിലൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ. എങ്ങനെ അളവ് പറയാൻ എനിക്ക് അറിയുന്നില്ല. അപ്പം ഞാൻ കൈക്കണക്കിലാണ് എൻ്റെ എല്ലാ കണക്കും. ഇനി വേണമെങ്കിൽ ഞാൻ അളവ് സഹിതം ഞാൻ ഇടണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യുകൊണ്ട്. നല്ല ടേസ്റ്റുള്ള മന്തിയാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയാണ്ട് ഞാൻ വലിപ്പം പറയല്ല. പക്ഷേ നല്ല ടേസ്റ്റാണ്. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മളെ വയറ് മുട്ടിയാലും വീണ്ടും വീണ്ടും നമുക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നും. അങ്ങനെയാണ് കുട്ടികൾക്ക് ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന മന്തിയെ ഇഷ്ടമുള്ളൂ. അവർക്ക് റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചാലൊന്നും അതിലേറെയൊക്കെ ഇഷ്ടം അവർക്ക് ഇവിടെ ഉണ്ടാക്കുന്ന മന്തിയാണ്, ഉമ്മച്ചിൻ്റെ മന്തിയാണ്. അങ്ങനെ ഞാൻ വലിപ്പം പറയല്ല, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂണ്ടി. അങ്ങനെ അപ്പോൾ അതിന് ഞാൻ എന്നിട്ട് ഞാൻ ആ ചിക്കൻ കഷ്ണം അതിൽ നിന്ന് കോരിങ്ങാണ്ട് പിന്നെ വേറെ മാറ്റി വെച്ചു. കഷ്ണം മാത്രം അതിലില്ല കുഴമ്പ് രൂപത്തിലില്ലേ ആ കായം അതിൽ തന്നെ വെച്ചു. എന്നിട്ട് ഞാൻ പിന്നെ ആ കായ എടുത്തുകൊണ്ട് കുറച്ച് പിന്നെ ഒരു പ്ലേറ്റിക്ക് മാറ്റി. എന്നിട്ട് അപ്പോൾ അതിന് കുക്കർ വിസിൽ പോയിക്കണ്. ആ പോയിങ്ങാണ്ട് ആ ചോറെടുത്തുകൊണ്ട് ഈ ചെമ്പട്ടിക്ക് ഇട്ടു. എന്നിട്ട് ആ കോരി വെച്ച കായം പിന്നെ പകുതി ഇട്ടുകൊണ്ട് വീണ്ടും വയ്ക്കാൻ ഇട്ടു. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ ഇടണമെങ്കിൽ ഇടട്ടോ. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ഞാൻ പിന്നെ ചിക്കന് പിന്നെ വീണ്ടും ആ ചോറെടുത്തുകൊണ്ട് കുക്കറത്തെ ചോറ് ഫുള്ള് ഇതിക്ക് തട്ടി കൊടുത്തുകൊണ്ട് പിന്നെ ഇതിക്ക് ഇട്ടു. അങ്ങനെ അത് ഇഞ്ഞ് പിന്നെ നമ്മൾ കോരി മാറ്റി വെച്ചില്ലേ, അത് ഞാനൊന്ന് ഒരു പാനിലിട്ടുകൊണ്ട് ഒന്നിങ്ങോട്ട് മൊരിച്ചെടുത്ത് എന്നിട്ട് ഈ പിന്നെ ചിക്കനും അതിക്ക് തട്ടിക്കൊടുത്തു. എന്നിട്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പിന്നെ എന്തായിട്ട് ഇതെടുത്തുങ്ങാണ്ട് 2 കണലെടുത്തുങ്ങാണ്ട് ഒരു പാത്രം എടുത്തുങ്ങാണ്ട് അതിൽ വെച്ചുങ്ങാണ്ട് ലേശം ഓയിൽ വാർന്നു കൊടുത്തു. എന്നിട്ട് അപ്പം തന്നെ മൂടി വെച്ച് കൊടുത്തു. ഞാൻ അവിടെ കടന്നുങ്ങാണ്ട് ദമ്മാകട്ടെ. കുറച്ച് നേരം അവിടെ മൂടി വെച്ചു. ഒരു അരമണിക്കൂർ ഞാൻ വെച്ചിരിക്കുന്നു. അത്രയൊന്നും വേണമെന്നില്ല. പക്ഷേ പിന്നെ ചോറ് വിളമ്പാനായപ്പോഴാണ് ഞാൻ പൊട്ടിച്ചത്. അങ്ങനെ അതൊക്കെ എടുത്തു. ആ ചിക്കനൊക്കെ മാറ്റി കണ്ടോ, നമ്മളെ മന്തി അടിപൊളി മന്തിയാണ്, നല്ല ടേസ്റ്റ്. ഇനി ഇതിൻ്റെ മുളക്ക് ലേശം മഞ്ഞപ്പൊടിയും കളറൊക്കെ കലക്കി പാരണമെങ്കിൽ ഞാൻ പാർന്നിട്ടില്ല. ഫുഡ് കളർ നല്ലതല്ലല്ലോ വിചാരിച്ചു കണ്ട്. അങ്ങനെ കണ്ടോ മന്തി കണ്ടില്ല. അപ്പോൾ ഒന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണോ ഇല്ലേ ഒക്കെ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കല്ല കേട്ടോ. എന്നെങ്കിലല്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുള്ളൂ. ഫ്രണ്ട്സുകളാകാൻ വേണ്ടി കണ്ടാണേ. എന്നാൽ ആയിക്കോട്ടെ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ അടുത്ത് വരണ്ടേ. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ വിളമ്പി എല്ലാവർക്കും വിളമ്പി വെച്ച് കൊടുത്തു. പിന്നെ അതിക്ക് മയോണൈസും പിന്നെ ഒരു ചട്നിയൊക്കെ ഉണ്ടാക്കിനി, അതൊക്കെ മോനുണ്ടാക്കിയതായിരുന്നു. പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.